ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് ബ്ലോഗും ആയിട്ടാണ് കേട്ടോ. ഞങ്ങളിന്ന് പൊന്മുടിയിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ടോ ഞങ്ങൾ പൊന്മുടിയിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കൊറോണയും ലോക്ക്ഡൗണും കാരണം അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് പൊന്മുടിക്ക്? ഒരു 50-52 കിലോമീറ്റർ വരും പൊന്മുടിക്കുള്ള ഡിസ്റ്റൻസ്. സമയം എത്രയായി? നമ്മളവിടെ സമയം എന്തായാലും ഒരു 3:30 സമയമാവും. 2 മണി കഴിഞ്ഞ് 2 മണിയായി. അവിടെ എത്തുമ്പോ 3:30 1.5 മണിക്കൂറിൽ യാത്ര ഉണ്ട്. 1.5-2 മണിക്കൂർ യാത്ര ഉണ്ട് ബ്ലോക്ക് ഇല്ലെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോവിഡ് കാരണം പൊന്മുടി അടച്ചിട്ടിട്ട് ഒരുപാടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ കോവിഡ് ആയ കാരണം ഒരുപാട് നാളായി പൊന്മുടി അടച്ചിട്ടിട്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ കേട്ടോ. പൊന്മുടിയിൽ പെപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്, അതുപോലെ എക്കോ ടൂറിസം ഉണ്ട്, അതുപോലെ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അതുപോലെ നല്ല കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ്. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പും കാറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് നേരമൊക്കെ പോയി റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ പൊന്മുടി. വാട്ടർഫാൾസിലൊന്നും ഞങ്ങളിപ്പം പോണില്ല കേട്ടോ, കാരണം അത് റോട്ടിൽ നിന്ന് ഒരുപാട് അങ്ങ് അകത്തോട്ട് നടക്കാനുണ്ട്. അതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്ലേസ് അല്ല. കാട്ടിലൂടെ നടക്കണം, മരങ്ങളുടെ വേരും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളുമായിട്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പിന്നെ ഹൈ റേഞ്ചിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ പൊന്മുടിയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്ലോക്കാണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നല്ല വണ്ടികളുണ്ട് കേട്ടോ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് ഇനി കൂടുതൽ വണ്ടികൾ കയറ്റി വിടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഓൾറെഡി അവിടെ ഒരുപാട് വണ്ടികളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോവിഡൊക്കെ അല്ലേ, അപ്പോൾ കൂടുതൽ ആളുകളെ അങ്ങ് കയറ്റി വിടില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ 2 വണ്ടിയും കൂടെ കയറ്റി വിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ എൻട്രൻസ് അടച്ചു. ഇപ്പം ഞങ്ങൾ പൊന്മുടി ഹിൽസിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇനി മല കയറാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഏകദേശം ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ സൈഡിലൊക്കെ മലകളാണ്. മഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണണം കേട്ടോ, അപ്പോഴേ അതിൻ്റെയൊക്കെ ആ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വീഡിയോയിൽ കാണുന്ന ഭംഗിയൊന്നും അല്ല, നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും നമുക്ക് വീഡിയോയിൽ ഒരിക്കലും കിട്ടൂല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും വണ്ടികളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് കുറച്ച് പാർക്കിംഗ്, അവിടെ ഉണ്ട് കേട്ടോ. ഇതുപോലെ വണ്ടികളൊക്കെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കുട്ടികളുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ആള് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ തിരക്കില്ലാത്തൊരു ഭാഗം നോക്കിയപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് നേരം ഇരിക്കാനും വേണ്ടിയിട്ട് ഞങ്ങളങ്ങ് കുറച്ചും കൂടെ മേലോട്ട് കയറി പോവുകയാണ്.
നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ഒരു കുത്തനെയുള്ളൊരു മലയുടെ ഭാഗമാണ്. പിന്നെ അപ്പുറത്തോട്ട് വീണ്ടും ഒരു മലയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന മലയിൽ നിന്ന് കുറേ ആളുകൾ താഴോട്ട് ഇറങ്ങി ഇപ്പുറത്തോട്ട് കയറി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അപ്പുറത്തെ മലമേന്ന് ഒരുപാട് പേര് കണ്ടോ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇത് അത്രയും ഹൈറ്റിലുള്ള ഒരു മലയാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നോക്ക് അന്നോ അപ്പോൾ കുറച്ച് നേരം മുകളിൽ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴേക്കിന് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ടൈമായിട്ടോ. 5:30 വരെ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീണ്ടും താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇനിയിപ്പോൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇവിടെ ഒരുപാട് വണ്ടികളും ഫാമിലീസും ഇനിയും ഉണ്ട് കേട്ടോ വരാൻ. ഞങ്ങൾ ഇത് കറക്റ്റ് 5:30 ടൈം ആകുമ്പോഴേക്കിനും എല്ലാ വണ്ടികളും എടുക്കും. അപ്പം റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആവും കേട്ടോ. അത്രയ്ക്കും വണ്ടികളുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങുകയാണ് കേട്ടോ, ബ്ലോക്കിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മഞ്ഞ് നന്നായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലൊക്കെ മൊത്തം മഞ്ഞാണ്, ഒന്നും കാണാനായിട്ട് പറ്റണ തന്നെ അല്ല. മലയൊക്കെ മഞ്ഞ് മൂടിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ടൈമിൽ കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടു. അപ്പൊ മക്കൾക്കൊന്ന് കാണാനും വേണ്ടി അവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടോ. പിന്നെ ഇറങ്ങി വരുന്ന സൈഡിലൊക്കെ വലിയൊരു അരുവി പോകുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ അരുവിയിൽ കുളിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. കോവിഡൊക്കെ ആയത് കാരണം പിന്നെ കൂടുതൽ അങ്ങ് നിന്നില്ല. പിന്നെ നേരിട്ട് അങ്ങ് വീട്ടിൽ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടമാവാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്ന ശേഷം ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യുക. അതിനുശേഷം 3 ഓപ്ഷൻ വരും. അതിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും മറക്കാതെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.